അതാണ്ട് ഇതാണ് പാപ്പുട്ട്. പേര് പോലെ തന്നെ നല്ല സിമ്പിൾ ആയിട്ടോ, റെഡിയാക്കി എടുക്കാനാണെങ്കിലും അതേപോലെ തന്നെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ വൈകിട്ട് സ്നാക്സ് ഒക്കെ ആയിട്ടോ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റാവുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പൊ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് പുട്ടുപൊടിയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് ഇതുപോലെ എല്ലാം കൂടി ഒന്നങ്ങ് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം വേണ്ടത് പാലാട്ടോ. ഞാനിവിടെ കവർപ്പാലാണ് എടുത്തിരിക്കുന്നത്, വേറെ തിളപ്പിച്ചതൊന്നുമല്ല. 1/2 കപ്പ് കവർപ്പാല് ആദ്യമേ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ആ സമയം കൊണ്ടാണെന്നുണ്ടെങ്കിലും പാലൊക്കെ ശരിക്കും വലിച്ച് ഇതേപോലെ നല്ല കട്ടിയായിട്ട് തന്നെ വരും. ഇനി ഒരു 1/2 കപ്പ് പാലും കൂടി കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ഈ മിക്സ് നല്ല കട്ടിയായിട്ടല്ല ഇരിക്കുന്നത്, കുറച്ചൊന്ന് ലൂസ് പോലെ ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടതാ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മിക്സ് ഇരിക്കുന്നത്. നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് നേരെ അങ്ങനെ ആവിക്ക് വെച്ച് റെഡിയാക്കി എടുക്കാം. അപ്പൊ ഞാൻ ഇതേപോലെ ഒരു കേക്ക് ടിന്നിലാട്ടോ എടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിലാണെങ്കിലും കുഴപ്പമില്ല. ചുറ്റും ഒന്ന് നെയ്യ് പറ്റി ഇതേപോലെ മിക്സ് ഒഴിച്ച് ഒന്നെങ്കിൽ ലെവലാക്കി കൊടുക്കാം. മേളിൽ കുറച്ച് തേങ്ങ ചെറിയത് കൂടി ചേർത്ത് നല്ലോണം ആവിക്ക് വെച്ച് റെഡിയാക്കി എടുത്താലുണ്ടല്ലോ നമ്മുടെ പാപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത്ര സിമ്പിൾ ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പഞ്ഞു പഞ്ഞു പോലെ സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ്. അപ്പൊ മിസ് ചെയ്യാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എത്ര തണുത്താലും ആ ഒരു സോഫ്റ്റ്നെസ്സും ആ ഒരു ടേസ്റ്റ് ഒന്നും പോവില്ല കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും.